അമ്മയെ കാണാൻ പോയിരുന്നു. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോയത്? അവളെ കാണാൻ പോരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതല്ലേ. എനിക്കങ്ങനെ മാറി നിൽക്കാനുള്ള മനസ്സ് വന്നില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകരാൻ കാരണക്കാരൻ ഞാനാണെന്ന കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയാ ഞാൻ അവളെ കാണാൻ പോയത്. എന്നിട്ട് എല്ലാം എന്റെ തെറ്റാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റിന് നിന്നെ വെറുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവളുടെ മനസ്സ് മാറ്റാൻ കഴിഞ്ഞില്ലല്ലേ? അതെ, അവൾക്ക് വല്ലാത്ത വാശിയ. എന്നോട് കാണിക്കുന്ന ദേഷ്യം എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ നിന്നോടും കുഞ്ഞിനോടും പോലും അവൾക്ക് ദേഷ്യം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയും കുറച്ച് സമയം കൊണ്ട് അവളുടെ മനസ്സിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഇത്രയും വെറുപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വളർത്തി വലുതാക്കിയ കുട്ടിയാ മഹിമ. എനിക്ക് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഗിരിയേട്ടനോട് ഈ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അവൾക്ക് എന്നോടുള്ള ദേഷ്യം കൂടി കാണുകയുള്ളൂ. ദയവ് ചെയ്ത് ഇനി ഞങ്ങളുടെ ഇടയിൽ വരരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർത്തോളാം. മഞ്ജു, ഐ എം സോറി. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഗിരിയേട്ടൻ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് ദോഷമായിട്ടാ ഭവിക്കുന്നത്. ഞാൻ മനസ്സ് തുറന്ന് സ്നേഹിച്ചവരെല്ലാം ഇനി നകന്നു പോവും. എന്റെ വിധി അതായിരിക്കും. ക്യാഷായിട്ട് തന്നാൽ മതിയല്ലോ. നമ്മൾ തമ്മിൽ എത്ര വർഷമായിട്ട് കച്ചവടം ചെയ്യുന്ന, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ നിലപാട് മാറ്റുന്നേ? എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാന്നേ. അങ്ങനെ പറയരുത്. ഹലോ ഹലോ ഹലോ, കഷ്ടമായല്ലോ. ഞാൻ സ്ഥിരമായിട്ട് നമ്മൾ സമ്പാദിക്കുന്ന കള്ളപ്പണമെല്ലാം ഒരു അക്കൗണ്ടന്റിനെ ഏൽപ്പിക്കാറ്. അയാളത് കൃത്യമായിട്ട് വിളിപ്പിച്ചു തരാറുണ്ട്. ഇപ്പൊ അയാള് പെട്ടെന്ന് പരിപാടി നിർത്തിയത്. അയാൾ നന്നാവാൻ തീരുമാനിച്ചത്. അവൻ നന്നാവുന്നോണ്ടെന്താ, നമുക്ക് പണി കിട്ടി. നമ്മുടെ കയ്യിൽ ഏകദേശം എത്ര കള്ളപ്പണം ഉണ്ടാകും? ഒരു 5 കോടി.